ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോണത് നമ്മുടെ അലിഗേറ്റർ ഗാറിന് വരാൻ സാധ്യതയുള്ള 5 അസുഖങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അസുഖമായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ആണ്. അതായത് പാരസൈറ്റ് വഴിയുള്ള ഇൻഫെക്ഷൻ. ഇതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് സ്പോട്ട് ഡിസീസ്. വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന അസുഖം എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ഉണ്ടാക്കുന്നത് ഒരു പാരസൈറ്റ് ആണ്. അതിന് പറയുന്ന പേരാണ് ഇച്ച്. വേറെ പാരസൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഫ്ലൂക്സ്, ആങ്കർ വേംസ് ഒക്കെ. ഈ ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഇവർ കാണിക്കുന്ന സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് നേരെ ഇട്ട് ഉരയ്ക്കുന്നത് കാണാം. ഇപ്പോൾ ഫിഷ് ടാങ്കിലൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും കല്ലുകളോ ചെടികളോ ആ ഒരു ഇതിൽ അവർ റഫായിട്ട് അവരുടെ ശരീരം കൊണ്ട് ഉരയ്ക്കുന്നത് കാണാം. കാരണം ചൊറിച്ചിൽ വരുന്നത് കൊണ്ടാണ് ഇവരങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ കോമൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വെള്ളത്തിലേക്ക്. ഉപ്പ് കൂടാതെ വേറെ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഫോർമാലിൻ പോലുള്ള മെഡിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ട് വരുന്ന അസുഖം എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. കാരണം മീൻ വളർത്തുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ. ഫംഗസ് മീനുകൾക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അവർ വളരെ വീക്ക് ആയിരിക്കും, വളരെ ലെസ് ആക്റ്റീവ് ആയിരിക്കും, ഫുഡ് കഴിക്കില്ല. അതുപോലെ ശരീരത്തിൽ ഒരു വെളുത്ത പഞ്ഞി പോലത്തെ ഒരു സംഭവം അവരുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന കാണാം. അതാണ് ഫംഗസ്. ഫംഗസ് പല കാരണത്താൽ വരാറുണ്ട്. വെള്ളം മോശമായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫംഗസ് വരും. അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഫംഗസിലേക്ക് മാറാറുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് മെത്തലിൻ ബ്ലൂ യൂസ് ചെയ്യാം. ഇനി മൂന്നാമതായിട്ട് വരുന്ന അസുഖം എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. ഈ ഒരു സംഭവം വരുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിലെ റെഡ് മാർക്കുകൾ, മുറിവുകൾ, അൾസർ, അല്ലെങ്കിൽ ഇവരുടെ വയർ ഇങ്ങനെ വീർത്തിരിക്കുക. പിന്നെ ഫിൻറോട്ട് എന്ന് പറയുന്നത് ഇവരുടെ നീന്താൻ ഉപയോഗിക്കുന്ന ചിറകുകൾ അഴുകി വരുന്നതിനെയാണ് ഫിൻറോട്ട് എന്ന് പറയുന്നത്. അതും ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രധാനമായിട്ടും 3 ബാക്ടീരിയകളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്ന് എയറോമോണാസ്, 2 സ്യൂഡോമോണാസ്, മൂന്നാമത്തെ കൊളംനാരിസ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആൻറ്റിബയോട്ടിക്സ് ആണ്. കനാമൈസിൻ, ടെട്രാസൈക്ലിൻ പോലുള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നാലാമതായിട്ട് വരുന്ന അസുഖം എന്ന് പറയുന്നത് സ്വിം ബ്ലാഡർ ഡിസോർഡർ ആണ്. ഇത് വരുമ്പോൾ ഈ അലിഗേറ്റർകാരുകൾ കാണിക്കുന്ന സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിം ചെയ്യാൻ ഡിഫിക്കൽട്ടി കാണിക്കും, ഫ്ലോട്ട് ചെയ്യാനും പ്രോബ്ലം കാണിക്കും. ചില സമയത്ത് അവർ കൂടുതൽ നേരം സിങ്ക് ചെയ്ത് താഴെ പോയിരിക്കും. അതുപോലെ തന്നെ സൈഡ് ചെരിഞ്ഞ് നീന്തുക. ഇത്തരത്തിലുള്ള സിംറ്റംസ് ആണ് ഇവർ ഈ ഒരു സ്വിം ബ്ലാഡർ ഡിസീസ് വരുമ്പോൾ കാണിക്കാറുള്ളത്. ഇത് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഓവർ ഫീഡിങ്, നമ്മൾ ഓവറായിട്ടൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പ്രോബ്ലം വരും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത് വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് വാട്ടർ ചേഞ്ച് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്ത് pH ടെമ്പറേച്ചറൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ 2-3 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം ഫാസ്റ്റ് ചെയ്യുക. അതായത് മീനിന് ഫുഡ് കൊടുക്കാതെ ഇടുക. അതിനുശേഷം പിന്നെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ഫുഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ നോർമൽ ക്വാണ്ടിറ്റിയിലേക്ക് എത്തിക്കുക. അങ്ങനെ മീൻ ഈ ഒരു ഡിസോർഡറിൽ നിന്ന് സ്ലോ ആയിട്ട് റിക്കവറായി സ്വിം ബ്ലാഡറൊക്കെ കറക്റ്റ് ആയതിനു ശേഷം പ്രോപ്പറായിട്ട് തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനും നീന്താനൊക്കെ തുടങ്ങും. ഇനി അഞ്ചാമതായിട്ട് വരുന്ന ഡിസീസ് എന്ന് പറയുന്നത് അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ്. അതായത് ഇവർക്ക് കൊടുക്കുന്ന ഫുഡിൽ ഏതെങ്കിലും ഒരു ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻ്റ് ആവുക. അതായത് കാൽഷ്യത്തിൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബോൺസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വീക്ക് ബോൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് എല്ലുകൾ സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒടിയാനും വളയാനൊക്കെ തുടങ്ങും. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫീഡിങ് പ്രോപ്പർ അല്ലാതെ വരുമ്പോഴാണ്. അതായത് ഇവർക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഫുഡിൽ നിന്ന് കിട്ടുന്നില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ്ഡ് ഡയറ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർ കൂടുതൽ നോൺ വെജ് ഫുഡുകളാണ് കഴിക്കുന്നത്. അതുകൊണ്ട് പല തരത്തിലുള്ള നോൺ വെജ് ഫുഡുകൾ, ഫ്രോസൺ ആണെങ്കിലും ലൈവ് ആയിട്ടുള്ളതാണെങ്കിലും ഫീഡ് ചെയ്യുക. നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള പെല്ലറ്റ് ഫുഡുകൾ റെക്കമെൻഡ് ചെയ്യാറുണ്ടെങ്കിലും ഇവർ പെല്ലറ്റ് ഫുഡ് സാധാരണ കഴിക്കാറില്ല. അലിഗേറ്റർകാർ പൊതുവേ കുറച്ചൊക്കെ മോശമായിട്ടുള്ള വെള്ളത്തിൽ അഡാപ്റ്റ് ആയിട്ട് പോകുന്ന മീനാണെങ്കിലും നല്ല രീതിയിൽ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ആയിരിക്കും. റുട്ടീൻ ആയിട്ടുള്ള വാട്ടർ ചേഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫിൽട്രേഷൻ സിസ്റ്റം, പിന്നെ pH ടെമ്പറേച്ചർ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ മീനുകൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫീഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇവർ നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നോളും. മീനുകൾക്ക് സ്ട്രെസ് വരാതെ ഹാപ്പി ആയിട്ട് ഇരുത്തിയാൽ തന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ സ്ട്രോങ് ആവും. വാട്ടർ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അമോണിയ നൈട്രേറ്റ് ഇതിൻ്റെ അളവ് എപ്പോഴും 0 ppm ആണ് കാണിക്കേണ്ടത്. ppm എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ ആണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് നോക്കേണ്ടത്. 0 ആണ് അമോണിയയ്ക്കും നൈട്രേറ്റിനും വരേണ്ടത്. നൈട്രേറ്റിനാണെന്നുണ്ടെങ്കിൽ 20 ppm വരെ ആവാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ വെള്ളത്തിലെ അമോണിയ, നൈട്രൈറ്റ്, അതുപോലെ തന്നെ നൈട്രേറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 24 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ pH റേഞ്ച് വരുന്നത് 6.5 മുതൽ 7.5 വരെയാണ്. അലിഗേറ്റർകാർ പൊതുവെ നല്ല ഹാർഡി ആയിട്ടുള്ള ഒരു മീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം പൂർ ക്വാളിറ്റി വെള്ളത്തിലേക്ക് അഡാപ്റ്റ് ആവുന്ന ഒരു മീനാണ്. എങ്കിലും നമ്മൾ നല്ല രീതിയിൽ വാട്ടർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ മീനിനെ കുറിച്ച് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മീനുകൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം അലിഗേറ്റർകാരന് അത് ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് പാടാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് കുറച്ച് സീരിയസ് ആയതിനു ശേഷമാണ് ഇത് സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങുന്നത്. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അത് ഓൾറെഡി നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല, എങ്കിലും നിങ്ങളതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മീൻ നല്ല ഹാർഡി ആയിട്ടുള്ള ഒരു മീൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.